قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി സത്യവിശ്വാസികൾ കഅബ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായി യാത്ര ചെയ്യുവാനും അവിടെ ചെന്ന് മഖബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുവാനുമുള്ള തൗഫീഖ് നൽകി എല്ലാ ഹാജിമാരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ബലിപെരുന്നാളാണ് കടന്നു വരുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വിശ്വാസികൾ ബലികർമ്മം നിർവഹിക്കുന്ന, അതിന് ഷെയർ ചേരുന്ന തിരക്കിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. കാരണം ഇനി 2 ആഴ്ച മാത്രമാണ് ബലിപെരുന്നാളിനുള്ളത്. ബലികർമ്മത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വ്യാപകമായി നമ്മുടെയൊക്കെ നാട്ടിൽ മഹല്ലുകളിൽ ധാരാളമായി ബലിമൃഗങ്ങളെ ആളുകൾ അറുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബലികർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിലുള്ള ഒരു കർമ്മം തന്നെയാണ്. ചിലരൊക്കെ പറയുന്നത് പോലെ അത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ഒന്നല്ല, അത് ക്രൂരതയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ അത് ക്രൂരതയല്ല, ഇസ്ലാമിലെ പ്രഖ്യാപിതമായ ഒരു കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അത് ഒരു സിംബോളിക് ആക്ടിവിറ്റി, പ്രതീകാത്മകമായ ഒരു പ്രവർത്തനമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കേവലം ആ പ്രതീകാത്മകമായ കർമ്മം നിർവഹിക്കുന്നതിനപ്പുറം ആ കർമ്മത്തിൻ്റെ മർമ്മം എന്താണ് എന്ന് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ബലി അറുക്കുന്നവരും മനസ്സിലാക്കണം, ബലി അറുക്കാത്തവരും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ മുസ്ലിം സമൂഹം പാരമ്പര്യമായി കടന്നു വന്നതിൻ്റെ ഭാഗമായി പല കർമ്മങ്ങളുടെയും മർമ്മം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ കർമ്മങ്ങളെല്ലാം കേവലം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ചുരുങ്ങിപ്പോയി എന്നതൊരു വസ്തുതയാണ്. അത് നമസ്കാരമാണെങ്കിലും, അത് നോമ്പാണെങ്കിലും, അത് ഈ പറയുന്നത് പോലെ പിന്നെ ബലികർമ്മമാണെങ്കിലും, അങ്ങനെ എന്ത് കർമ്മമാണെങ്കിലും എന്ത് അനുഷ്ഠാനങ്ങളാണെങ്കിലും അത് കേവലം ഒരാചാരം, അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് അതിൻ്റെ മർമ്മം നഷ്ടപ്പെട്ട ഒരു കർമ്മമായി പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണത്. കാരണം നിരന്തരമായി ചെയ്യുന്ന ഒരു കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അലസമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അത് ഏതൊരു കാര്യവും നിരന്തരമായി നമ്മൾ ചെയ്തു വരുമ്പോൾ അത് സ്വാഭാവികമായും അത് സംഭവിക്കും. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനെ അതിജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്, അതിൻ്റെ ആത്മാവിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിരന്തരമായി നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരാചാരമായി, ഒരു അനുഷ്ഠാനമായി താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ഏക മാർഗം
ബോധപൂർവം അതിനെ സമീപിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നത് മാത്രമാണ്. ബലിയെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ ആത്മാവ് ചോർന്നുപോയി എന്നതൊരു വസ്തുതയാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. തുടക്കത്തിൽ പറയാനുള്ളൊരു കാര്യം, ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ മുൻഗണനാക്രമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇസ്ലാം കാര്യം നമ്മൾ പരിശോധിച്ചാൽ, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമായി നമ്മൾ പറയുന്നത് ഷഹാദത്താണ്, രണ്ടാമത്തെ കാര്യമായി പറയുന്നത് നമസ്കാരമാണ്, മൂന്നാമത്തെ കാര്യമായി പറയുന്നത് സക്കാത്താണ്, നാലാമത്തേത് നോമ്പാണ്, അഞ്ചാമത്തേത് ഹജ്ജാണ്. ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ട്. അത് സീക്വൻസ് ഈ പറയുന്ന അർത്ഥത്തിലാണ് നമ്മൾ പണ്ട് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇസ്ലാം കാര്യം നമുക്ക് കൃത്യമായി എണ്ണി പറയാൻ സാധിക്കും. ഇത് വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് ഈ സീക്വൻസിലൊന്നും ഖുർആനിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഖുർആൻ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഈമാൻകാരി ഇസ്ലാംകാരി ഒക്കെ നമ്മളെ മദ്രസയിൽ എണ്ണി പഠിപ്പിച്ചതുപോലെയൊന്നും ഖുർആനിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ സീക്വൻസിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം, ഇതാണ് രണ്ടാമത്തെ കാര്യം, ഇതാണ് മൂന്നാമത്തെ കാര്യം എന്നൊന്നും ഖുർആൻ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഖുർആൻ വായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിന് ഉപയോഗിച്ച പദാവലികൾ ഏതാണ്, ആ കാര്യം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഏത് ടോണിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാചകം പറയുന്നത്, ഖുർആനിൽ ഇതിൻ്റെ ആവർത്തനം ഏത് സ്വഭാവത്തിലുള്ളതാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് എത്ര സീരിയസ് ആയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഖുർആൻ വായിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്കത് തിരിയും. എല്ലാ കാര്യങ്ങളും ഒരു ടോണിലല്ല ഖുർആൻ സംസാരിക്കുന്നത്, പല ടോണിലാണ് സംസാരിക്കുന്നത്. അള്ളാഹ് നേർക്കുനേരെ നമുക്ക് നമ്മളോട് സംസാരിക്കാത്തത് കൊണ്ട് ആ ടോൺ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഖുർആനുമായി നമ്മളൊരു പരിചയം ഉണ്ടാക്കി കഴിഞ്ഞാൽ, കുറച്ചൊക്കെ ഖുർആൻ അടുത്ത് നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് ഈ ടോണൊക്കെ മനസ്സിലാകും. അള്ളാഹ് ഏത് ടോണിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തിരിയും. എന്ന് മാത്രമല്ല, ഓരോ ആയത്തുകൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാര്യങ്ങൾക്ക് ഗൗരവം കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന നമസ്കാരത്തിൻ്റെ ഫർളും ഷർത്തും ഓർഡറിൽ പഠിപ്പിക്കുകയോ നോമ്പിൻ്റെ ഫർളും ഷർത്തും ഓർഡറിൽ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രവാചകൻ ഇതൊക്കെ ചെയ്ത് കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഫർളാണ്, ഇത് സുന്നത്താണ്, ഇത് അബാദു സുന്നത്താണ്, ഇത് ഹയാത്ത് സുന്നത്താണ്, ഇത് മക്റൂഹാണ് എന്നൊന്നും പറഞ്ഞ് പ്രവാചകൻ ഒരു കാര്യവും ആ നിലക്ക് പഠിപ്പിച്ചിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ആവിഷ്കരിച്ചെടുത്തതാണ് നമുക്ക് എളുപ്പത്തിനു വേണ്ടി. കർമ്മശാസ്ത്രം രൂപപ്പെട്ടത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് അവരുണ്ടാക്കിയിട്ടുള്ളത്. അല്ല, നമ്മളിന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന പോലെ പ്രവാചകൻ കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ അപ്പണി ചെയ്ത് കാണിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് കർമ്മശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനും ഒരു മുൻഗണനാക്രമമുണ്ട്. ഈ മുൻഗണനാക്രമം തെറ്റിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഫർള് ഒരാൾ നമസ്കരിക്കുന്നില്ല, ഫർളാണ് മുൻഗണനാക്രമത്തിൽ ഒന്നാമത്തേത്. അയാൾ പിന്നെ റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ഒരാൾ ഫർള് നമസ്കരിക്കണില്ല, പക്ഷെ റവാത്തിബ് സുന്നത്തൊക്കെ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്. ഒരാൾ റമദാനിലെ നോമ്പിനോട് വേണ്ടത്ര സീരിയസ്നെസ് കാണിക്കുന്നില്ല, അയാൾ അറഫ നോമ്പ് പിടിക്കും, മുഹറത്തിൽ നോമ്പ് പിടിക്കും, മറ്റു നോമ്പൊക്കെ പിടിക്കാൻ പുള്ളിക്ക് ഭയങ്കര ആവേശമാണ്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. കാരണം മറ്റെല്ലാ നോമ്പുകളും റമദാനിൻ്റെ ഫർള് നോമ്പിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. മറ്റെല്ലാ നമസ്കാരങ്ങളും ഫർള് നമസ്കാരത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഈ ക്രമം നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ആ കർമ്മം സ്വീകരിക്കണമെന്നില്ല. ഇത് വളരെ പ്രകടമാകുന്ന ഒരു കാര്യമാണ് ഈ ഉലൂഹിയത്തിൻ്റെ കാര്യത്തിൽ. ഈ ഉലൂഹിയത്ത്, ബലികർമ്മം എന്ന് പറയുന്നത് ഖുർആൻ പരിശോധിച്ചാലും പഠിച്ചാലും ഹദീസ് പരിശോധിച്ചാലും പഠിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത്, ബലികർമ്മം അതെത്ര പവിത്രമാണെങ്കിലും ബലികർമ്മം സക്കാത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. സക്കാത്ത് നമ്മൾ ഇസ്ലാം കാര്യത്തിൽ എണ്ണി പഠിപ്പിച്ചിട്ടുള്ളതാണ്.
വിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടോണിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. ആവർത്തനത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു കാര്യമാണ്. 30 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ 28 സ്ഥലത്തും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോട് ചേർത്ത് വച്ചിട്ടാണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം സക്കാത്ത് എന്നതാണ് ഓർഡർ. നമസ്കാരം സക്കാത്ത്, അഖീമു സ്വലാത്ത വആതു സക്കാത്ത്, ഇഖാമു സ്വലാത്ത വഇതാഉ സക്കാത്ത്. നമ്മൾ പറയുന്ന പോലെ നിസ്കാരം നോമ്പ് എന്നല്ല, നിസ്കാരം സക്കാത്ത് നോമ്പ് എന്നാണ്. അല്ലാതെ നിസ്കാരം നോമ്പ് സക്കാത്ത് എന്നല്ല. അതിൻ്റെ ഓർഡർ പോലും ഈ അർത്ഥത്തിലാണുള്ളത്. ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സത്യവിശ്വാസിയുടെ വിശ്വാസം നിലനിർത്താനുള്ള ഉപാധിയായി ഖുർആൻ പറയുന്നു സക്കാത്ത്. നമസ്കാരവും സക്കാത്തും സത്യവിശ്വാസിയായി നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേസമയം ബലികർമ്മത്തെക്കുറിച്ച് ഖുർആൻ ഒരിടത്തും നിങ്ങൾ സത്യവിശ്വാസിയാകണമെങ്കിൽ ബലികർമ്മം നിർവഹിക്കണം എന്ന് പറയുന്നില്ല. ബലികർമ്മത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ നിർവഹിക്കണം, അത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ മാംസം മറ്റുള്ളവർക്ക് നൽകണം എന്നൊക്കെയാണ് ഖുർആൻ പറയുന്നുള്ളൂ. അതല്ലാതെ നിങ്ങളിത് നിർവഹിച്ചില്ലെങ്കിൽ മുസ്ലിം ആവില്ലെന്നോ, നിങ്ങളിത് നിർവഹിച്ചില്ലെങ്കിൽ കാഫിറായി പോകുമെന്നോ, നിങ്ങളിത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന കൽപ്പനക്രിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമോ ആ നിലക്ക് വിശുദ്ധ ഖുർആൻ ബലികർമ്മത്തെക്കുറിച്ച് നടത്തുന്നില്ല. എന്നാൽ അതേസമയം വിശുദ്ധ ഖുർആൻ സകാത്തിനെ കുറിച്ച് വളരെ ഗൗരവ സ്വഭാവത്തിലും ശബ്ദത്തിലും സ്വരത്തിലുമാണ് സംസാരിക്കുന്നത്. ഒരിടത്ത് 41-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്കാണ് സർവനാശവും. അല്ലദീന ലാ യുതൂന സകാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ സകാത്ത് നൽകുന്നില്ല, അവർ പരലോകത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ മുസ്ലിം ആവണം. സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് സക്കാത്തിന്റെ കാര്യം റമദാനിൽ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ മോമിനാകണം. ഒരു കാഫിറിനോ ഒരു മുശ്രിക്കിനോ സക്കാത്ത് നിർബന്ധമല്ല. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൽ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കാണ് സർവനാശവും, അവർ നിങ്ങൾ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവർ മുസ്ലിമാവും എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ വിശ്വസിച്ചില്ല എന്ന കുറ്റാരോപണവുമല്ല നടത്തുന്നത്. മറിച്ച് അവർ സക്കാത്ത് കൊടുത്തില്ല, അവർ പരലോകത്തെ നിഷേധിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, പരലോകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തിരിയും. മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല, അവർ പരലോകത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരിയും. ഇവിടെ അള്ളാഹു അവർക്ക് നേരെ ഉന്നയിക്കുന്ന ചാർജ് അവർ സക്കാത്ത് കൊടുത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുത്തേ മതിയാകൂ. സക്കാത്ത് കൊടുത്താക്കാത്തവൻ മുസ്ലിം അല്ല, മുശ്രിക്കാണ് എന്ന് വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അത് അവരുടെ ഒരു തകരാറാണ് അവർ സക്കാത്ത് കൊടുക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നയിക്കുകയാണ്. അത്ര ഗൗരവത്തിൽ പറഞ്ഞതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനൂ, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു, സത്യവിശ്വാസികളുടെ സഹായികൾ, വലിയ സത്യവിശ്വാസികളുടെ ഔലിയാക്കൾ എന്ന് പറയുന്നത്, സഹായികൾ എന്ന് പറയുന്നത്, മിത്രം എന്ന് പറയുന്നത്, രക്ഷാധികാരികൾ എന്ന് പറയുന്നത് ആരാ? അല്ലാഹുവും റസൂലും. പിന്നാരാ? നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകളാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരികൾ, സത്യവിശ്വാസികളുടെ സഹായികൾ, സത്യവിശ്വാസികളുടെ ഔലിയാക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. ഇനി ധാരാളമായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രയോറിറ്റിയിൽ, മുൻഗണനാക്രമത്തിൽ സക്കാത്തിന്റെ താഴെയാണ് ബലികർമ്മമുള്ളത്. എന്നാൽ നമ്മൾ മുസ്ലിം സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പോത്തിനെ ഒറ്റക്ക് വാങ്ങി അറക്കുന്നവനും ഒരു പോത്തിന്റെ ഷെയറിൽ 8,000 രൂപയും 9,000 രൂപയും 10,000 രൂപ വരെ ഷെയർ ചേർന്നുകൊണ്ട് ഒരു പോത്തിനെ അറുക്കുന്നവരും, അവരിൽ പലരിലേക്കും നമ്മൾ നോക്കിയാൽ, എല്ലാവരിലേക്കുമല്ല, പലരിലേക്കും നമ്മൾ നോക്കിയാൽ അവർ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർ സക്കാത്ത് നൽകാതെ ഉലൂഹിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ള ആളുകൾ ആദ്യം സക്കാത്താണ് നൽകേണ്ടത്. കാരണം അത് നിർബന്ധ ബാധ്യതയാണ്.
അത് മുസ്ലിമാകാനുള്ള യോഗ്യതയാണ്. അതേസമയം ഒരാൾ ബലികർമ്മം നിർവഹിച്ചില്ല എന്ന് വിചാരിച്ച് അയാൾ മുസ്ലിം അല്ലാതിരിക്കില്ല. ഇനി അയാൾ ബലികർമ്മം നിർവഹിക്കാനുള്ള കാശൊക്കെ അയാളുടെ കയ്യിലുണ്ട്, എന്നിട്ടും അയാൾ ബലികർമ്മം നിർവഹിച്ചില്ല, എന്നാലും അയാൾ മുസ്ലിം അല്ലാതിരിക്കില്ല. അതേസമയം ഒരാൾ, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത്, സക്കാത്ത് കൊടുക്കാൻ ഒരാൾ ബാധ്യസ്ഥനാണ്, അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല. അത് വളരെ അപകടം പിടിച്ചൊരു സംഗതിയാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും ഒക്കെ നിരാകരിക്കലാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ റമദാനിൽ നടത്തിയ ഖുത്ബയിൽ, സക്കാത്തിൻ്റെ ഖുത്ബയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സക്കാത്ത് നമ്മൾ ഉലൂഹിയത്തിന് ചേരുന്നവർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ, ഉലൂഹിയത്തിന് ഷെയർ ചേരുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് താൻ ഏതെങ്കിലും അർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അയാൾ ആദ്യം സക്കാത്താണ് കൊടുക്കേണ്ടത്. സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തിട്ട് ഉലൂഹിയത്ത് ഇറക്കാൻ കാശില്ലെങ്കിൽ അറക്കേണ്ടതില്ല, ആ കർമ്മം നിർവഹിക്കേണ്ടതില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിനിമം ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലൊക്കെ, ഒരു പോത്തിനെ ഉലൂഹിയത്തിന് അറക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ 56,000 രൂപ കൊടുക്കണം. അത്യാവശ്യം നല്ല ഒരു ഉരുവിനെ അറക്കണമെങ്കിൽ 56,000 രൂപ കൊടുക്കണം. 56,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ 8,000 രൂപയെ വരത്തുള്ളൂ. 7 പേര് കൂടിയാൽ 7 8 56, 56,000 രൂപ. 8,000 രൂപയാണ് ഒരു ഷെയറിന് വരിക. ഈ 8,000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ, നമ്മളൊന്ന് ആലോചിക്കണം, ഈ കണക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. 8,000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരാളുടെ അടിസ്ഥാന ചിലവുകൾ കഴിച്ച്, അയാളുടെ മൊത്തം വരുമാനത്തിൻ്റെ അടിസ്ഥാന ചിലവുകൾ കഴിച്ച് ബാക്കി 3,20,000 രൂപയുണ്ടെങ്കിൽ അയാൾ 8,000 രൂപ സക്കാത്ത് കൊടുത്താൽ മതി. ഈ കണക്ക് ശാസ്ത്രം നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാളുടെ മൊത്തം വരുമാനത്തിൽ ഒരു കൊല്ലത്തെ വരുമാനം കൂട്ടി നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് അയാൾക്ക് അടിസ്ഥാന ചിലവ് കഴിച്ച്, അടിസ്ഥാന ചിലവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, അതുപോലുള്ള അടിസ്ഥാന ചിലവുകൾ കഴിച്ച് ബാക്കി അയാളുടെ കയ്യിൽ 3,20,000 രൂപയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ 8,000 രൂപ സക്കാത്ത് കൊടുക്കണം. 2.5%. അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഞാൻ ജനറലി ഒരു വർത്തമാനമാണ് പറയുന്നത്. 2.5% സക്കാത്ത് കൊടുക്കണം. ആ 2.5% എന്ന് പറയുന്നത് 8,000 രൂപയാണ്. ഈ 8,000 രൂപ ഉണ്ടായിട്ട്, ഈ ഇത്രയും കാര്യങ്ങളൊക്കെ, വരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ സക്കാത്ത് കൊടുക്കാതെ റമദാൻ ബലിപെരുന്നാളിൻ്റെ ഘട്ടം വരുമ്പോൾ അവിടെ ഷെയർ ചേർന്ന് ആ ദൗത്യം നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ മുൻഗണനാക്രമം തെറ്റിക്കലാണ്. ഇത് പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. നമ്മുടെ ആളുകൾ, നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ പോലും ഇതിൻ്റെ സീരിയസ്നെസ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താറില്ല. നമ്മളെപ്പോഴും വലിയ വലിയ വാളുകൾ പറയുന്നത്, ഇപ്പോൾ കണ്ട ഈ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന വാളുകൾ മുഴുവൻ ഉലൂഹിയത്തിൻ്റെ പ്രാധാന്യം, ഉലൂഹിയത്ത് അറക്കേണ്ടതിൻ്റെ ഗൗരവം, ഉലൂഹിയത്തിൻ്റെ മഹത്വമൊക്കെ ഉള്ള സംഗതി തന്നെയാണ്. അതൊന്നും നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷേ സക്കാത്തിനേക്കാൾ മഹത്വം ഇല്ല ഉലൂഹിയത്തിന്. സക്കാത്തിനേക്കാൾ മഹത്വം ഉലൂഹിയത്തിനില്ല. ഉലൂഹിയത്തിനേക്കാൾ വലിയ മഹത്വമുള്ളതാണ് സക്കാത്ത്. മാത്രമല്ല, ഞാൻ മുസ്ലിം ആകണമെങ്കിൽ, ഞാൻ മുസ്ലിമായി നിലകൊള്ളണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. ആ കർമ്മം നിർവഹിക്കാതെ ഞാനിപ്പോൾ 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 56,000 രൂപ മുടക്കി ഒരു പോത്തിനെ വാങ്ങി അറക്കുമ്പോഴും സംഭവിക്കുന്നത് ഫലത്തിൽ അത് നിഷ്ഫലമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാവാൻ പാടില്ല. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉലൂഹിയത്ത് സംബന്ധമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇനി ഉലൂഹിയത്തിൻ്റെ കർമ്മത്തിൻ്റെ മർമ്മം പരിശോധിച്ചാലും നമുക്ക് എന്ത് മനസ്സിലാകും? ഈ സത്യം മനസ്സിലാകും. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉലൂഹിയത്ത് എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ മർമ്മം എന്താണ്? ശരിക്കും ഉലൂഹിയത്ത് തൗഹീദിൻ്റെ തന്നെ മർമ്മമാണ് സൂചിപ്പിക്കുന്നത്. തൗഹീദിൻ്റെ തന്നെ മർമ്മമാണ് ഉലൂഹിയത്ത് സൂചിപ്പിക്കുന്നത്. ഉലൂഹിയത്തിലൂടെ ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവയ്ക്കുക, അതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബലികർമ്മമാണ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അതികഠിനമായ കൽപ്പനകൾ ഇബ്രാഹിം, ഇസ്മായിൽ ഇവർ രണ്ടുപേരും അനുസരിക്കുമോ എന്ന് അറിയാനുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു ഈ ബലികർമ്മത്തിൻ്റെ തുടക്കം. മകനെ ബലി നൽകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കർമ്മം സാക്ഷാത്കരിക്കുമോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിൽക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹ്ക്ക് നേരത്തെ അറിയാൻ പാടില്ലായിരുന്നു ചോദ്യത്തിനൊന്നും ആ നിലക്ക് പ്രസക്തിയില്ല.
അള്ളാഹു പരീക്ഷിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പടച്ചമ്പുരാൻ അറിയാലോ. എന്നാൽ പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ശിക്ഷിച്ചാൽ മതിയല്ലോ. ആ ചോദ്യമല്ല ഞാനിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് സാക്ഷാത്കരിക്കുന്നു. സ്വന്തം മകനെ പോലും ബലി നൽകാൻ ഇബ്രാഹിം നബി സന്നദ്ധമാകുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് മുമ്പിൽ എനിക്ക് 80ാമത്തെ വയസ്സിൽ ജനിച്ച കുഞ്ഞു പോലും, അതിൻ്റെ ജീവൻ പോലും എനിക്ക് പുല്ലുവിലയാണുള്ളത്. എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ സാക്ഷാത്കാരമാണ് എന്ന് ഇബ്രാഹിം നബിയുടെ ഡിക്ലറേഷനാണ്, ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ എവിടെ നടക്കുന്നത്. ഈ ഇസ്മായിലിനെ ബലി നൽകാനുള്ള സന്നദ്ധതയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിക്കുന്നത്. ഇതിൻ്റെ തന്നെ പ്രതീകാത്മകമായതാണ് ബലികർമ്മം എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ എനിക്കൊന്നും പ്രശ്നമല്ല, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഒരു ഉരുവിൻ്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോൾ ആ കത്തി വെക്കുന്നതിലൂടെ അയാൾ പ്രഖ്യാപിക്കുന്നത് അതാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളുടെയും കഴുത്തിൽ കത്തിവെക്കാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വരുന്ന, നമ്മൾ നന്നായി മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി വരുന്ന എല്ലാറ്റിൻ്റെയും കടക്കലും കഴുത്തിലും കത്തിവെക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഒരു ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ കഴുത്ത് നമ്മൾ എന്തൊരു ദൈവവിരുദ്ധമായ താല്പര്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഇച്ഛയുടെയും കടക്കലും കഴുത്തിലും കത്തിവെക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നടത്തുന്ന ഒരാൾ ഈ പ്രഖ്യാപനം പ്രതീകാത്മകമായി നടത്തുന്നതാണ് ബലികർമ്മം എന്ന് പറയുമ്പോൾ, ആ ബലികർമ്മത്തിന് ഉരുവിനെ വാങ്ങാൻ സ്വന്തമോ അല്ലെങ്കിൽ ഷെയർ ചേർന്നോ ഈ പണി ചെയ്യുമ്പോൾ, അയാൾ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ ഇയാൾ ഈ പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇയാൾ ഈ പ്രഖ്യാപിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ഇയാൾ പറയുന്നത് ശരിയാണെങ്കിൽ ഇയാൾ ആദ്യം ചെയ്യേണ്ടത് സക്കാത്താണ്. കാരണം ഇതിനേക്കാൾ അള്ളാഹുവിൻ്റെ പ്രമുഖമായ കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സക്കാത്ത് നൽകണം. അഖീമുസ്സലാത്ത വാതു സക്കാത്ത്, ഇഖാമുസ്സലാത്ത വഇതാഉ സക്കാത്ത്. നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് നൽകണം. എങ്കിലേ നീ മുസ്ലിമാവൂ, എങ്കിലേ നീ മൂമിനാവൂ, എങ്കിലേ നീ മൂമിനീങ്ങളുടെ ഔലിയാക്കളാവൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇയാൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു കർമ്മം പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു ഉലൂഹിയത്ത്, അതെൻ്റെ കാരണവന്മാരും ഒരു ചെയ്തു വന്നതാണ്. ബാപ്പ കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയി, ഇനിയിപ്പം ഞാൻ ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചിന്തയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അത് വെറും ഒരു അറിവ് മാത്രമാണ്. അതിനെ ബലി ഉലൂഹിയത്ത് എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത് വെറുതെ ഒരു അറിവ് മാത്രമായിട്ട് അത് തരം താഴ്ന്നു പോകും. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ബലിയുടെ മർമ്മം എന്താണ്? ആ മർമ്മത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കുന്നുണ്ടോ? അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ എല്ലാവരും സക്കാത്ത് കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ, സക്കാത്ത് കൊടുക്കാതെ ബലികർമ്മം നിർവഹിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ്. കാരണം ബലികർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് പരമപ്രധാനം നൽകുന്ന ഒരു കർമ്മമാണ്, പ്രാധാന്യം നൽകുന്ന ഒരു കർമ്മമാണ്. അപ്പം ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് എൻ്റെ നിലപാടെങ്കിൽ ഞാൻ ആദ്യം കൽപ്പനക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുന്ന കൽപ്പനക്കാണ്. ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. സക്കാത്ത് എന്ന കൽപ്പനക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ഉലൂഹിയത്തിൽ ഷെയർ ചേരണമെങ്കിൽ നമുക്ക് ഷെയർ ചേരാം. ഇനി അത് കൊടുത്തു കഴിയുമ്പോൾ ഉലൂഹിയത്തിൽ ഷെയർ ചേരാൻ കാശില്ലെങ്കിൽ ചേരേണ്ടതില്ല. പക്ഷെ ഉലൂഹിയത്തിനെ കേവലം ഒരു പാരമ്പര്യ കർമ്മമായി നമ്മൾ കാണരുത്. അത് പലയിടത്തും ചെല്ലുന്ന കൊള്ളുന്ന ഒരു കർമ്മമാണ്. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ആളുകളോട് നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പണ്ഡിതന്മാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏതൊരു കർമ്മത്തിൻ്റെയും ആത്മാവിനെ കുറിച്ച് സംസാരിക്കാറില്ല. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ നമ്മളോട് പറഞ്ഞു തരുന്നതും നമ്മൾ അന്വേഷിക്കുന്നതും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതും കർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രമാണ്. നമുക്ക് എപ്പോഴും അറിയേണ്ടത് കർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രമാണ്, അല്ലാതെ കർമ്മത്തിൻ്റെ മർമ്മമല്ല. കർമ്മത്തിൻ്റെ മർമ്മമല്ല, കർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രം നമുക്കറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉലൂഹിയത്തിൻ്റെ സമയമാകുമ്പോഴേക്കും 100,000 ചോദ്യങ്ങളായിട്ട് വരും. ഉലൂഹിയത്തിന് നിയ്യത്ത് ചെയ്താൽ, അതിന് ഷെയർ കൊടുത്താൽ മുടി വെട്ടാവോ, താടി വെട്ടാവോ, നഖം വെട്ടാവോ,
എന്നൊക്കെ ചോദിച്ചാൽ ഈ കർമ്മശാസ്ത്രങ്ങളാണ് നമുക്കറിയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പര് സക്കാത്ത് കൊടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് ഒരാശങ്കയും പുള്ളിക്കില്ല, ഒരു അസ്വസ്ഥതയുമില്ല. പക്ഷേ ഷെയർ ചേർന്ന് കഴിയുമ്പോൾ താടി വെട്ടാൻ പറ്റുമോ, നഖം വെട്ടാൻ പറ്റുമോ, മുടി വെട്ടാൻ പറ്റുമോ, മീശ വെട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിൻ്റെ കർമ്മശാസ്ത്രം. ഒരാൾ ഉളൂഹിയത്ത് ചേർന്നതിന് ശേഷം അയാൾ താടി വെട്ടിയാലും മീശ വെട്ടിയാലും ആകാശമൊന്നും ഇടിഞ്ഞു വീഴൊന്നുമില്ല. അതല്ല അതിൻ്റെ മർമ്മം. അയാൾ പിന്നെ ഉളൂഹിയത്തിന് ഷെയർ ചേർന്നു, ഉളൂഹിയത്തിന് ഷെയർ ചേർന്നതിന് ശേഷം അയാൾ താടിയും വെട്ടിയില്ല, മീശയും വെട്ടിയില്ല, നഖവും വെട്ടിയില്ല, സക്കാത്ത് കൊടുത്തില്ല. എന്താ ഇതൊക്കെ ബാത്തിലായി? അയാൾ താടി വെട്ടിയില്ലെങ്കിലും ബാത്തിലായി, മീശ വെട്ടിയില്ലെങ്കിലും ബാത്തിലായി, ഒക്കെ ബാത്തിലായി. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒരു കർമ്മത്തിൻ്റെ മർമ്മമുണ്ട്. കർമ്മശാസ്ത്രം ആവശ്യമാണ്, കർമ്മശാസ്ത്രം വേണം. ഒരു കർമ്മം നിർവഹിക്കണമെങ്കിൽ കർമ്മശാസ്ത്രം ആവശ്യമാണ്. പക്ഷെ കർമ്മത്തെക്കാൾ നമ്മൾ അറിയേണ്ടത് അതിൻ്റെ മർമ്മമാണ്, അതിൻ്റെ സ്പിരിറ്റാണ്, അതിൻ്റെ ആത്മാവാണ്. ബലിയുടെ ആത്മാവ് ഇതാണ്, ബലിയുടെ ആത്മാവ് ഇതാണ്. ഈ ആത്മാവ് അറിയാതെ നമ്മൾ കേവലം ഒരു കർമ്മം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. കർമ്മം നിർവഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യമാണല്ലോ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ തമ്പുരാനെ എന്നത് സത്യവിശ്വാസികളുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. ഈ അല്ലാഹു ഇത് കബൂൽ ചെയ്യണമെങ്കിൽ, അല്ലാഹു ഇത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ മുൻഗണനാക്രമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ ചെയ്യണം. ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് കാര്യമില്ല, ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് കാര്യമില്ല. ഇസ്ലാമിലെ ചില കാര്യങ്ങൾക്ക് മുൻഗണനാക്രമമുണ്ട്. ഈ മുൻഗണനാക്രമം നമുക്ക് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? പ്രമാണങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ ഈ മുൻഗണനാക്രമം സെറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പാരമ്പര്യത്തിൽ നിന്നാണ്. നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രമാണം പാരമ്പര്യമാകുന്നതിന് പകരം പാരമ്പര്യം പ്രമാണമാക്കുകയാണ് നമ്മൾ ചെയ്തത്. പാരമ്പര്യം പ്രമാണമാക്കുകയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടത് പ്രമാണത്തെ പാരമ്പര്യമാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് പല കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു കാര്യമാണിത്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഒത്തിരി പ്രഭാഷണങ്ങൾ കയറിക്കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണല്ലോ യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിലെ ഏതൊരു കർമ്മത്തെക്കുറിച്ചും നിങ്ങൾ യൂട്യൂബിൽ അന്വേഷിച്ച് നോക്കൂ. അതിനകത്ത് ധാരാളം പ്രഭാഷണങ്ങൾ സംബന്ധമായി കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ സക്കാത്തിൽ നിന്ന് അടിച്ചു നോക്കൂ, കമ്പാരിറ്റീവ്ലി വളരെ കുറച്ച് വർത്തമാനേ കാണുകയുള്ളൂ. അതേസമയം നിങ്ങൾ ഉലൂഹിയത്ത് നിന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കൂ, ധാരാളം പ്രഭാഷണങ്ങൾ വരും, ധാരാളം കെട്ടുകണക്കിന് കൊട്ടക്കണക്കിന് പ്രഭാഷണങ്ങൾ വരും. കാരണം എന്താ? ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ കേൾക്കാനും സുഖമാണ്, ഇതൊക്കെ നടപ്പിലാക്കാനും സുഖമാണ്. പക്ഷെ അതിന് ഈ ഒരു വശം നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിലരും തിരിച്ചറിയാതെ പോകുന്നതുകൊണ്ടാണ്. കാരണം 8000 രൂപ ഞാൻ ഒരു വർഷത്തിൽ ഉലൂഹിയത്തിന് ചിലവാക്കുമ്പോൾ ആ 8000 രൂപ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തനിക്ക് അടിസ്ഥാന ചിലവ് കഴിച്ച് 3,20,000 രൂപ ബാക്കി വന്നാൽ അതിന് കൊടുക്കേണ്ട സക്കാത്താണ് ഈ 8000 രൂപ എന്ന് പറയുന്നത്. ആ സക്കാത്ത് അയാൾ വിചാരിച്ച കൊടുക്കാം, അയാൾക്ക് ഇത് ബോധ്യം ഉണ്ടെങ്കിൽ. ആ ഒരു ബോധ്യം നമ്മൾ സമുദായത്തിനും സമൂഹത്തിനും കൊടുക്കാറില്ല. ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുമ്പോൾ ആ നിർബന്ധത്തിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റും. ആ പാവം അറിയണില്ല, ഞാൻ കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെയാണ്, ഇതിന് ഇങ്ങനെയും കൂടി ഒരു വശമുണ്ട് എന്ന് നമ്മുടെ പ്രസംഗ പ്ലാറ്റ്ഫോമുകളും ഖുത്ബ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വരാറില്ല ഈ ഒരു സംഗതി. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇതൊന്ന് പരിശോധിക്കണം. താൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ? ആണെങ്കിൽ അയാൾ അത് ചെയ്യുക. ഇത്രയും പോലും ചിലപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. അയാൾ ഈ 8000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ അയാളുടെ ചിലവ് കഴിച്ചിട്ട് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 ലക്ഷം രൂപയെ ബാക്കി ഉണ്ടാവുള്ളൂ. സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് അടിസ്ഥാന ചിലവ് കഴിച്ചുള്ള ബാക്കിയുള്ള തുകക്ക് സക്കാത്ത് കൊടുക്കുക എന്നൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി എടുത്താൽ പോലും അയാൾ ഇത്രയും സക്കാത്ത് പോലും കൊടുക്കേണ്ടി വരില്ല. ചിലപ്പോൾ പലപ്പോഴും 8000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല, 5000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരുള്ളൂ. സമ്പത്ത് കൂടുതലുള്ള ആളുകൾ ചിലപ്പോൾ 16,000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരും, 25,000 രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും സക്കാത്ത് കൊടുത്തിട്ടേ ഉലൂഹിയത്ത് നടത്തേണ്ടതുള്ളൂ. സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കാതെ ഉലൂഹിയത്ത് നടത്തേണ്ടതില്ല എന്ന് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ്. കാരണം ഇസ്ലാമിലെ കർമ്മങ്ങൾക്ക് മുൻഗണനാക്രമമുണ്ട്, ഇസ്ലാമിലെ കർമ്മങ്ങൾക്ക് മർമ്മവുമുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ സമീപിക്കാൻ. മർമ്മം എന്ന് പറയുന്ന ഇതാണ്, ബലി നൽകാൻ ഞാൻ സന്നദ്ധനാണ്. അത് ഈ സക്കാത്ത് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ അറവുകാരനെയാണല്ലോ നമ്മളിത് ഏൽപ്പിക്കുന്നത്. അറവുകാരൻ വന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റിൽ കെട്ടിയിട്ടിരിക്കുന്ന, നമ്മളൊക്കെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയല്ലേ, കെട്ടിയിട്ടിരിക്കുന്ന പോത്തിനെ അവൻ അഴിച്ച് അവൻ തന്നെ കാലിൽ കയറിട്ട് അവൻ തന്നെ പലപ്പോഴും
ദയ തോന്നുന്ന വിധത്തിൽ, മനസ്സ് പതറിപ്പോകുന്ന വിധത്തിൽ അതിനെ പെട്ടെന്ന് മറിച്ചിടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കഴുത്തിൽ കത്തിവെക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ കാലിൽ അനങ്ങാൻ വയ്യാത്ത വിധം അതിൻ്റെ ഫ്രണ്ടിലെ കൈയും കാലും കൂട്ടിക്കെട്ടി കത്തിയെടുത്ത് തന്നിട്ട് കത്തിവെച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഏതു ഭീരുവിനും സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതു ഭീരുവിനും അത് സാധിക്കും. പക്ഷേ അപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ദൈവവിരുദ്ധമായ ചെറിയ ഒരു കാര്യത്തെ പോലും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയാറില്ല. ആ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും കഴിയാറില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ പോട്ടെ, ആ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ പോലും നമുക്ക് കഴിയാറില്ല. ഈ ഒരു സൂക്ഷ്മത ജീവിതത്തിൽ ബലികർമ്മം നിർവഹിക്കുന്നവരും ബലികർമ്മത്തിന് സാക്ഷിയാകുന്നവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവരും ബലിപെരുന്നാളിന് ഈദ്ഗാഹിൽ പോകുന്നവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അനുസ്മരിക്കുന്നവരും മനസ്സിൽ സ്മരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.